വേനൽക്കാലത്ത് ശുദ്ധജലക്ഷാമം ഒഴിവാക്കുന്നതിനും വരൾച്ചയെ അതിജീവിക്കുന്നതിനുമായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജലബജറ്റ് കെ.ടി. ജലീൽ എം.എൽ.എ. പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന എടപ്പാൾ, കാലടി, തവനൂർ, വട്ടംകുളം പഞ്ചായത്തുകളിലെ ജലബജറ്റിന്റെ പ്രകാശനവും നടന്നു. കടൽ, കോൾ, പുഴ, കനാൽ എന്നിവയാൽ ചുറ്റപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ വർഷം തോറും വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമവും വരൾച്ചയും നേരിടുകയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭ്യമാവുന്ന ജലം സംരക്ഷിക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കൃഷി, ഇറിഗേഷൻ, KLDC, തൊഴിലുറപ്പ്, മൃഗസംരക്ഷണം, ഫിഷറീസ്, ജലവിഭവം എന്നീ വകുപ്പുകളുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. ഹരിത കേരളം മിഷന്റെ സഹകരണത്തോടെയാണ് ജലബജറ്റ് തയ്യാറാക്കിയത്. ഇത്തരം പദ്ധതികളിൽ കിണർ റീചാർജിംഗ് സാധാരണ ഞങ്ങളുടെ വീട്ടിലെ കിണർ വേനൽക്കാലമാകുമ്പോൾ വളരെ അടിക്കും. പക്ഷെ ഈ റീചാർജിങ് നമ്മൾ ആരംഭിച്ചതിന് ശേഷം വേനൽക്കാലത്തും കിണറ്റിൽ നല്ല ജലസമൃദ്ധി കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രായോഗികമായ നമ്മളുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വെറുതെ പറയുന്നത്. അപ്പോൾ ഏത് പദ്ധതിയും വിജയിക്കണമെങ്കിൽ നമ്മൾ ഇത് പറയുന്ന ആളുകൾ, അത് ജനപ്രതിനിധികളാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും നടപ്പിലാക്കണം. നമ്മൾ വെറും പ്രസംഗകന്മാരായിട്ട് ചെന്നാൽ ആൾക്കാരത് നടപ്പിലാക്കില്ല. നിങ്ങളോടെ നടപ്പിലാക്കിയെങ്കിൽ നിങ്ങളും നടപ്പിലാക്കി എന്ന് പറഞ്ഞാലേ ആളുകൾ ഇതിൻ്റെ മുന്നിൽ കയറുമ്പോഴുള്ളൂ. ആളുകൾ ആദ്യം ചോദിക്കും, നോക്കൽ നമ്മുടെ വീട്ടിൽ മൂപ്പരെ പരിധി നടപ്പിലാക്കില്ല എന്നാൽ എന്തോ ഒരു കുഴപ്പമുണ്ടാവും കേട്ടോ. ഇതിലിപ്പോൾ ഇത് നമ്മളോട് നടപ്പിലാക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ വില അനുഭവിച്ചോട്ടെ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ ഖബറ മഖ്തൻ ഇൻദല്ലാഹ് ശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്, ചെയ്യാൻ പറയുക എന്നുള്ളത് അതിനോളം വലിയ അപരാധം, മഹാ തെറ്റ് വേറെയില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗായത്രി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR അനീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമലത, ഹസൈനാർ നെല്ലിശ്ശേരി, ലിഷ കെ, ജയശ്രീ, ഷെരീഫ, രാധിക എന്നിവർ പ്രസംഗിച്ചു. ഹരിത കേരളം മിഷൻ മലപ്പുറം ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഹരിപ്രസാദ് പദ്ധതി വിശദീകരിച്ചു. തുടർ പ്രവർത്തനങ്ങളും സാധ്യതകളും ഹരിത കേരളം മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നിമിത കെ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജുമോൻ സ്വാഗതവും ഹെഡ് അക്കൗണ്ടന്റ് സജികുമാർ PV നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ്, എടപ്പാൾ. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.